നമസ്കാരം. KPCC ആസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ നിയുക്ത MLA-മാരെ സ്വീകരിക്കുന്നതിനിടെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിനെ തട്ടിമാറ്റി നിയുക്ത MLA ബിന്ദു കൃഷ്ണ. ഇന്ദിരാഭവന് മുന്നിൽ നിയുക്ത MLA-മാരെ സ്വീകരിക്കാൻ നിൽക്കുകയായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. യോഗത്തിൽ പങ്കെടുക്കാൻ ബിന്ദു കൃഷ്ണ എത്തിയപ്പോൾ സ്വീകരിക്കുന്നതിനിടെ ആലിംഗനം ചെയ്യാൻ ചെറിയാൻ ഫിലിപ്പ് ശ്രമിക്കുകയായിരുന്നു. ആദ്യ ശ്രമം എതിർത്തെങ്കിലും വീണ്ടും ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ബിന്ദു കൃഷ്ണ ഷേക്ക് ഹാൻഡ് നൽകാൻ ശ്രമിച്ചപ്പോൾ ചെറിയാൻ ഫിലിപ്പ് ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു. ഇതോടെ ബിന്ദു കൃഷ്ണ ചെറിയാൻ ഫിലിപ്പിനെ തള്ളിമാറ്റി കടന്നു പോവുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന പാലോട് രവി അടക്കമുള്ള മറ്റു നേതാക്കൾക്ക് കൈകൊടുത്താണ് ബിന്ദു കൃഷ്ണ കടന്നുപോയത്. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചെറിയാൻ ഫിലിപ്പിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്. താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കിയിട്ടും ആലിംഗനത്തിന് തുനിഞ്ഞ ചെറിയാൻ ഫിലിപ്പിന്റെ നടപടി പൊതുവിടങ്ങളിൽ പാലിക്കേണ്ട പ്രാഥമിക മര്യാദകളുടെ ലംഘനമാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. ബിന്ദു കൃഷ്ണ നടന്നു വരുന്നതാണ് ആദ്യം വീഡിയോയിൽ കാണുന്നത്. മാധ്യമങ്ങളോട് കുശലം പറഞ്ഞു നീങ്ങിയ ബിന്ദു കൃഷ്ണ ചെറിയാൻ ഫിലിപ്പിനെ കാണുമ്പോൾ കൈ കൊടുക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ചെറിയാൻ ഫിലിപ്പ് നേരെ വന്ന് അവരെ ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു. പിന്നാലെ അവർ കൈകൂപ്പി മുന്നോട്ടു നീങ്ങുകയായിരുന്നു. വീഡിയോ പ്രചരിച്ചതിനു പിന്നാലെ ചെറിയാൻ ഫിലിപ്പിനെതിരെ വലിയ രീതിയിൽ തന്നെ വിമർശനം ഉയരുകയാണ്. താൽപ്പര്യമില്ലെന്ന് വ്യക്തമായിട്ടും ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചത് ശരിയായില്ല എന്നും പൊതുവിടങ്ങളിൽ പാലിക്കേണ്ട മര്യാദ ലംഘിക്കപ്പെട്ടുവെന്നും ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. AICC വക്താക്കളായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇന്ദിരാഭവനിൽ യോഗം പുരോഗമിക്കുന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K സുധാകരൻ, K മുരളീധരൻ, മാത്യു കുഴൽനാടൻ, ചാണ്ടി ഉമ്മൻ, പഴകുളം മധു, സുമേഷ് അച്യുതൻ, AP അനിൽകുമാർ, സന്ദീപ് വാര്യർ, വിദ്യാ ബാലകൃഷ്ണൻ, KA തുളസി അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തി. MLA-മാരുടെ അഭിപ്രായം തേടിയ ശേഷം AICC നിരീക്ഷകർ ഇന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ഹൈക്കമാൻഡ് യോഗം ചേർന്ന ശേഷമായിരിക്കും മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം. പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. അതിനിടെ KC വേണുഗോപാലിന്റെ വരവ് തടയാൻ VD സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ കൈകോർത്തേക്കുമെന്ന വിവരം പുറത്തുവന്നു. KC വേണുഗോപാലിന് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ചെന്നിത്തല വിഭാഗത്തിന്റെ നീക്കം. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് VD സതീശൻ വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് രമേശ് ചെന്നിത്തല വിഭാഗത്തിന്റെ പ്രതീക്ഷ. 45 MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ പക്ഷം. 25 MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചെന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് VD സതീശനും അവകാശപ്പെടുന്നുണ്ട്. പരമാവധി MLA-മാരെ തങ്ങളുടെ പക്ഷത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് മൂന്ന് നേതാക്കളും. അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ചെറിയാൻ ഫിലിപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച് വരുന്നത്. അത് ശരിയായില്ല എന്നു തന്നെയാണ് ആളുകൾ അഭിപ്രായപ്പെടുന്നത്. KPCC ആസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കാനെത്തിയ നിയുക്ത MLA-മാരെ സ്വീകരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്.